ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എന്തെല്ലാം വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന സ്പാർക്ക് പ്ലഗിനെ കുറിച്ചിട്ട് ഒരു ബേസിക് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പെട്രോൾ എഞ്ചിനകത്ത് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന എയർ ഫ്യൂൽ മിക്സറിനെ കത്തിച്ചിട്ടാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എയർ ഫ്യൂൽ മിക്സറിനെ കറക്റ്റായിട്ട് സ്പാർക്ക് കൊടുത്ത് കത്തിക്കുക എന്നതാണ് സ്പാർക്ക് പ്ലഗിന്റെ ജോലി. ഓക്കെ, സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇറീഡിയം പ്ലഗ്, അതുപോലെ തന്നെ നോർമൽ പ്ലഗ് ആണ്. പിന്നെ പ്ലാറ്റിനം പ്ലഗ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും അത്രയ്ക്ക് നമ്മൾ യൂസ് ചെയ്യാറില്ല. അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. സ്പാർക്ക് പ്ലഗിന്റെ ഈ ഭാഗത്താണ് സ്പാർക്ക് ഉണ്ടാകുന്നത്. ഇതിനെ ഇലക്ട്രോഡ് ഗ്യാപ്പ് എന്നാണ് പറയാറ്. ഈ ഇലക്ട്രോഡ് ഗ്യാപ്പിന്റെ മുകളിലും താഴെയായിട്ടുള്ള ഭാഗമാണ് സെൻട്രൽ ഇലക്ട്രോഡും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഇലക്ട്രോഡും. ഈ ഗ്രൗണ്ട് ഇലക്ട്രോഡ് തന്നെ 1, 2, 3 ഒക്കെയുള്ള പ്ലഗുകൾ അവൈലബിൾ ആണ്. കൂടാതെ സെൻട്രൽ ഇലക്ട്രോഡായി ഇറീഡിയം ഉപയോഗിച്ച പ്ലഗ് ആണ് ഇറീഡിയം സ്പാർക്ക് പ്ലഗ്. ഇറീഡിയം വില കൂടിയ മെറ്റൽ ആണ്, അതുകൊണ്ട് തന്നെ ഈ പ്ലഗിന് വില കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. നോർമൽ പ്ലഗിൽ നിക്കൽ അലോയ് ആണ് സെൻട്രൽ ഇലക്ട്രോഡ്. ഓക്കെ, ഇനി കുറച്ചു കാലം ഓടിക്കഴിയുമ്പോൾ നോർമൽ പ്ലഗ് ഇറീഡിയം പ്ലഗിനേക്കാൾ വേഗത്തിൽ തേയ്മാനം സംഭവിക്കും. അതുപോലെ തന്നെ ഇലക്ട്രോഡുകൾക്കിടയിലുള്ള ഗ്യാപ്പ് കൂടും, കരി പിടിക്കും, സ്പാർക്കിന്റെ ശക്തി കുറയും, മിസ്ഫയറിംഗ് ഉണ്ടാകും. പക്ഷെ ആ സമയത്തൊക്കെ ഇറീഡിയം പ്ലഗ് പുതിയ പ്ലഗിനെ പോലെ തന്നെ വർക്കിംഗ് ചെയ്യും. അതാണ് അതിന്റെ ഒരു മെയിൻ ഡിഫറൻസ്. അതായത് ഇറീഡിയം പ്ലഗിന് നോർമൽ പ്ലഗിനേക്കാളും ലൈഫ് കൂടുതലായിരിക്കും. പല വാഹനങ്ങളിലും സ്പാർക്ക് പ്ലഗ് റീപ്ലേസിംഗ് ടൈം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെ വാഹനത്തിന് ഏത് സമയമാണോ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യേണ്ടതാണെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ഓക്കെ, ഇനി ഒരു റീപ്ലേസ് ചെയ്ത സ്പാർക്ക് പ്ലഗും പുതിയ പ്ലഗും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഇത്രയൊക്കെ ആണ് സ്പാർക്ക് പ്ലഗിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ വരുന്നതാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.